നമസ്കാരം. TCV പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പിഞ്ചു കൈകളിൽ പച്ചക്കറി അംഗനവാടി പോഷകത്തോട്ടം പദ്ധതിക്ക് തിരൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ തുടക്കം. ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പദ്ധതി ഉദ്ഘാടനം നിർവഹിച്ചു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ സമ്മേളനം ജനുവരി 8-ന് ചേളാരി പടിക്കലിൽ നടക്കും. വിപുലമായ സംഘാടക സമിതിക്ക് രൂപം നൽകി. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് നെടുമങ്ങാട് ഡിവിഷനിൽ ആദ്യത്തെ ഒരു വർഷം പിന്നിടുമ്പോൾ 5,11 ലക്ഷം രൂപയുടെ വികസന പദ്ധതികൾ നടപ്പിലാക്കുകയാണെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം VKM ഷാഫി. വിദ്യാഭ്യാസത്തെ കച്ചവടച്ചരക്കാക്കി മാറ്റി പാവപ്പെട്ടവർക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുക വഴി സംഭവിക്കുന്നതെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. വിശദമായ വാർത്തകളിലേക്ക്. തിരൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ പിഞ്ചു കൈകളിൽ പച്ചക്കറി അംഗനവാടി പോഷകത്തോട്ട പദ്ധതിക്ക് തുടക്കമായി. ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കുരുന്നു മനസ്സുകളിൽ പ്രകൃതിയുമായുള്ള ജൈവബന്ധം സൃഷ്ടിക്കുന്നതിന് ഇത്തരം പദ്ധതികൾ സഹായകരമാകുമെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു. തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കുന്ന പിഞ്ചു കൈകളിൽ പച്ചക്കറി അംഗനവാടി പോഷകത്തോട്ടം പദ്ധതിയുടെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു. കുരുന്നു മനസ്സുകളിൽ പ്രകൃതിയുമായുള്ള ജൈവബന്ധം സൃഷ്ടിക്കുന്നതിന് ഇത്തരം പദ്ധതികൾ സഹായകമാകുമെന്ന് മന്ത്രി പറഞ്ഞു. നഷ്ടപ്പെട്ട ഹരിത സമൃദ്ധി തിരിച്ചു പിടിക്കുന്നതിനു വേണ്ടി നിരവധിയായ പദ്ധതികളാണ് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഉൽപാദന മേഖല എന്ന നിലയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മുൻഗണനയാണ് കാർഷിക മേഖലയ്ക്ക് നൽകുന്നത്. സുഭിക്ഷ കേരളം പരിപാടിയിലൂടെ നമ്മുടെ സംസ്ഥാനത്തിന് ആവശ്യമായ ഭക്ഷ്യോൽപാദനം ഇവിടെ തന്നെ നടക്കണമെന്ന നിശ്ചയദാർഢ്യത്തോടു കൂടി തന്നെയാണ് സംസ്ഥാന സർക്കാർ ഇടപെടലുകൾ നടത്തിയിട്ടുള്ളത്. സ്ത്രീ ശാക്തീകരണ രംഗത്ത് ഉദാത്ത മാതൃകയായ അംഗനവാടി ജീവനക്കാരുടെ സഹകരണത്തോടെ ഈ പദ്ധതിയും വിജയകരമാകുമെന്നും അവർ കൂട്ടിച്ചേർത്തു. അംഗനവാടി വർക്കർമാരും ഹെൽപ്പർമാരും നമ്മുടെ നന്നേ ചെറിയ കുഞ്ഞുമക്കളും ഒക്കെ തന്നെ ഈ ഉത്തരവാദിത്തം നന്നായി നിറവേറ്റട്ടെ എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്. അതുപോലെ ഈ സാമാന്യന വലുതായ ഈ സദസ്സിനെ വളരെ വിനയപൂർവ്വം ഞാൻ ഈ അഭ്യർത്ഥന മുന്നോട്ട് വയ്ക്കുകയാണ്. എല്ലാവരും നമ്മുടെ മുറ്റങ്ങളിൽ കഴിയുന്നത്ര പച്ചക്കറി കൃഷി ചെയ്യാനുള്ള പരിശ്രമം ഉണ്ടാവണം. പച്ചക്കറിയുടെ രംഗത്തെങ്കിലും നമുക്ക് സ്വയം പര്യാപ്തത ആർജിക്കാൻ കഴിയണം. തമിഴ്നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിൽ നിന്നോ ലോറിയിൽ വന്നാലേ നമ്മൾ കഴിക്കുള്ളൂ എന്നുള്ള സ്ഥിതി നമുക്ക് മറികടക്കാൻ കഴിയണം, അല്ലേ? ചടങ്ങിൽ കുറുക്കോളി മൊയ്തീൻ MLA അധ്യക്ഷനായിരുന്നു. 1995 ഈ സംവിധാനത്തോടുകൂടി ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ ആരംഭിക്കുന്ന കാലത്ത് 820 കോടി നാളികേരം ഉൽപ്പാദിപ്പിച്ച നാടാണ് നമ്മുടെ. എന്നാൽ കഴിഞ്ഞ വർഷത്തെ കണക്ക് അത് 490 കുറഞ്ഞിരിക്കുന്നു എന്നാണ്. തകർച്ചയുടെ വലുപ്പം എത്ര വലുതാണെന്ന് ഞാൻ പറയേണ്ടതില്ല. നിങ്ങൾ ഓർക്കേണ്ടത് ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലൂടെ മാത്രം ഈ പിന്നിട്ട 25 കൊല്ലത്തിനുള്ളിൽ 30,000 കോടിയിലേറെ രൂപ കാർഷിക മേഖലയിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. തിരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സൈനുദ്ദീൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ CP കുഞ്ഞുട്ടി, CO ശ്രീനിവാസൻ, P പുഷ്പ, K സുഹറാബി, V ശാലിനി, N നൌഷാദ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രീത പുളിക്കൽ, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ നസീബ അസീസ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ E അഫ്സൽ, ഫൈസൽ എടശ്ശേരി, തിരു ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ P കുമാരൻ, V തങ്കമണി, T ഇസ്മായിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MP മുഹമ്മദ് കോയ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി PC സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ADA ബീന S റിപ്പോർട്ട് അവതരിപ്പിച്ചു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ സമ്മേളനം ജനുവരി 8-ന് ചേളാരി പടിക്കലിൽ നടക്കും. സംഘാടക സമിതിക്ക് രൂപം നൽകി. വള്ളിക്കുന്നിൽ നടന്ന സംഘാടക സമിതി യോഗം കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് M അബൂബക്കർ സിദ്ദീഖ് ഉദ്ഘാടനം ചെയ്തു. ജനുവരി 8-ന് ചേളാരി പടിക്കലിൽ നടക്കുന്ന കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘാടക സമിതിക്ക് രൂപം നൽകി. വള്ളിക്കുന്നിൽ നടന്ന സംഘാടക സമിതി യോഗം കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് M അബൂബക്കർ സിദ്ദീഖ് ഉദ്ഘാടനം ചെയ്തു. സംബന്ധമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതുകൊണ്ട് അതിലെ പോരായ്മകളും പ്രശ്നങ്ങളും പഠിച്ച് കൺവെൻഷനുകളിലായാലും സമ്മേളനങ്ങളായും ഉയർന്നു വരുന്ന നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ അംഗീകരിച്ച് നമ്മൾ പോകുന്നു. അതിൻ്റെ ഭാഗമായാണ് ഓരോ 2 വർഷം കൂടുമ്പോഴും മേഖലാ സമ്മേളനങ്ങൾ, ജില്ലാ സമ്മേളനങ്ങൾ, സംസ്ഥാന സമ്മേളനങ്ങൾ നമ്മൾ സംഘടിപ്പിക്കും. സംസ്ഥാന സമ്മേളനം ഈ ഫെബ്രുവരി മാസം അവസാന വാരത്തിൽ എറണാകുളത്ത് വെച്ചാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത്. മലപ്പുറം ജില്ലാ പ്രസിഡന്റ് P രഘുനാഥ് അധ്യക്ഷനായിരുന്നു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ BV സുരേഷ് കുമാർ, M രാജ്മോഹൻ, C സുരേഷ് കുമാർ, ജില്ലാ സെക്രട്ടറി M ഗോപിനാഥൻ, ജില്ലാ ട്രഷറർ അബ്ദുൽ മജീദ്,
കെ സാജിദ് തുടങ്ങിയവർ സംസാരിച്ചു. വ്യവസായ വാണിജ്യ വകുപ്പിന്റെയും മലപ്പുറം ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ തിരൂർ താലൂക്ക് വ്യവസായ ഓഫീസ് താലൂക്കിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാർക്കും സെക്രട്ടറിമാർക്കും നിയമങ്ങളും നടപടിക്രമങ്ങളും എന്ന വിഷയത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. തിരൂർ സംഗമ റെസിഡൻസിൽ നടന്ന പരിപാടി തിരൂർ നിയോജക മണ്ഡലം MLA കുറുക്കോളി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഏതൊരു നാടിന്റെയും വളർച്ചയിൽ വ്യവസായത്തിനുള്ള പങ്ക് ചെറുതല്ല. വ്യവസായം ഇന്ന് തൊഴിൽ കൊടുക്കുക, കുറച്ച് അത്യാവശ്യം സൗകര്യങ്ങളോ താല്പര്യമോ ഉള്ള ആളുകൾക്ക് പണം സമ്പാദിക്കാനുള്ളൊരു മാർഗം എന്നീ രണ്ട് കാര്യങ്ങളിലേക്ക് ചുരുങ്ങിപ്പോയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആരെങ്കിലുമൊക്കെ വ്യവസായ രംഗത്തേക്ക് കുറച്ച് സൗകര്യങ്ങൾ, പണം സൗകര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് ഗവൺമെൻറ്റും എന്നെ സഹായിക്കും, അപ്പോൾ എനിക്കൊന്ന് പിടിച്ചു നിൽക്കാൻ, എനിക്കൊന്ന് വളരാൻ എന്ന രീതിയിൽ വ്യക്തിപരമായ ഒരു താല്പര്യം. താനൂർ നഗരസഭാ ചെയർമാൻ പി ഷംസുദ്ദീൻ അധ്യക്ഷനായിരുന്നു. നെടുമത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഇസ്മായിൽ, മലപ്പുറം DDP ഓഫീസ് സൂപ്രണ്ട് CK ഷംസുദ്ദീൻ, KSSI തിരൂർ താലൂക്ക് പ്രസിഡന്റ് സിദ്ദിഖ് മുൾത്താൻ എന്നിവർ സംസാരിച്ചു. മലപ്പുറം ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ഇൻചാർജ് VP മനോജ്, തിരൂർ ഉപജില്ലാ വ്യവസായ ഓഫീസർ VP അബ്ദുൽ സലാം, KSIDC അസിസ്റ്റന്റ് ജനറൽ മാനേജർ വർഗീസ് മാലാക്കാരൻ, KPMG മാനേജർ ഇജാസ് ആലംഖാൻ എന്നിവർ വിഷയാവതരണം നടത്തി. കൊളപ്പുറം ദേശീയപാതയോരത്ത് പെട്രോൾ പമ്പിന് സമീപം ഹോട്ടലിന് തീപിടിച്ചു. താനൂർ ഫയർഫോഴ്സ് നിലയം യൂണിറ്റിന്റെ പോസ്റ്റ് വാർഡൻ അഷ്റഫിന്റെ സന്ദർഭോചിത ഇടപെടലിനെ തുടർന്ന് വൻ ദുരന്തം ഒഴിവായി. ഏകദേശം 1 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതാണ് പ്രാഥമിക വിലയിരുത്തൽ. കൊളപ്പുറം ദേശീയപാതയോരത്ത് പെട്രോൾ പമ്പിന് സമീപം ഹോട്ടൽ ന്യൂ ലുക്കിലാണ് തീപിടുത്തമുണ്ടായത്. മൊസമ്മേൽ കൊളക്കാടലിന്റെ ഉടമസ്ഥതയിലുള്ള ഹോട്ടലിന്റെ പാചകപ്പുരയിലാണ് തീ പടർന്നത്. കുക്കിംഗ് റേഞ്ചിലേക്കുള്ള പ്രഷർ ഗ്യാസ് ട്യൂബ് ലീക്കായി തീപിടിക്കുകയായിരുന്നു. തുടർന്ന് പാചക എണ്ണയ്ക്ക് കൂടെ തീപിടിച്ചതും സമീപത്തായി വേറെയും 2 സിലിണ്ടറുകൾ കൂടി ഉണ്ടായിരുന്നുവെന്നതും സ്ഥിതി ഗുരുതരമാക്കി. ഹോട്ടൽ ജീവനക്കാർ ഫയർ എക്സ്റ്റിങ്ഷൻ തീയണക്കാൻ ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല. സമീപത്തെ സിന്തറ്റിക് വാട്ടർ ടാങ്കിനും തീപിടിച്ചു. തുടർന്ന് സമീപത്ത് സ്റ്റുഡിയോ നടത്തുന്ന താനൂർ ഫയർഫോഴ്സ് നിലയ യൂണിറ്റിന്റെ പോസ്റ്റ് വാർഡൻ അഷ്റഫ് വിവരം അറിഞ്ഞ് നിമിഷങ്ങൾക്കകം സംഭവസ്ഥലത്ത് ഓടിയെത്തി. താനൂർ ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചു. ഫയർഫോഴ്സിന്റെ ജില്ലാതല പരിശീലനവും സംസ്ഥാനതല പരിശീലനവും ലഭിച്ച അഷ്റഫ് അവസരത്തിനൊത്ത് ഉണർന്ന് പ്രവർത്തിക്കുകയും പാചകവാതക ചോർച്ച നിർത്തുകയും ഫയർ എക്സ്റ്റിങ്ഷൻ ഉപയോഗിച്ച തീ നിശ്ലേഷം അണക്കുകയും ചെയ്തു. താനൂർ അഗ്നിരക്ഷാ നിലയത്തിൽ നിന്നും സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ദിനേഷ് കുമാർ, ജയരാജ്, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ സഫ്താർ, ഹാസിഫ്, സജീഷ് കുമാർ എന്നിവരടങ്ങിയ ഫയർഫോഴ്സ് സംഘവും അപ്പോഴേക്ക് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി സുരക്ഷാ നിർദ്ദേശങ്ങൾ നൽകി. ഏകദേശം 1.5 ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായതാണ് പ്രാഥമിക വിലയിരുത്തൽ. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് നിറമർത്തൂർ ഡിവിഷനിൽ ആദ്യത്തെ 1 വർഷം പിന്നിടുമ്പോൾ 5,11 ലക്ഷം രൂപയുടെ വികസന പദ്ധതികൾ നടപ്പിലാക്കുകയാണെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം VKM ഷാഫി അറിയിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പറായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ് 1 വർഷം പൂർത്തിയായ ദിവസം താനൂർ പ്രസ് റിപ്പോർട്ടേഴ്സ് ക്ലബ്ബിൽ നടത്തിയ പത്രസമ്മേളനത്തിലാണ് നടപ്പിലാക്കുന്ന പദ്ധതികളെക്കുറിച്ച് വിശദീകരിച്ചത്. വിവിധ റോഡുകളുടെ നവീകരണത്തിന് 1,20 ലക്ഷവും, വിദ്യാഭ്യാസ മേഖലയിൽ 81 ലക്ഷവും, തീരദേശ മേഖലയിൽ ഫിഷറീസ് വിഭാഗത്തിന് 75 ലക്ഷവും, പട്ടികജാതി SC വിഭാഗത്തിന് 75 ലക്ഷവും, വിവിധ കുടിവെള്ള പദ്ധതികൾക്കായി 65 ലക്ഷവും, സ്ത്രീകൾ, കുട്ടികൾ, ഭിന്നശേഷിക്കാർ എന്നിവർക്കായി 36 ലക്ഷവും, കാർഷിക മേഖലയ്ക്ക് 25 ലക്ഷവും, ഭവന നിർമ്മാണം ലൈഫിന് ജില്ലാ വിഹിതമായി 24 ലക്ഷവും, ടൂറിസം പരിസ്ഥിതി മേഖലയ്ക്ക് 10 ലക്ഷവുമാണ് വിവിധ പദ്ധതികളിലായി നടപ്പിലാക്കുന്നത്. വികസന പദ്ധതികൾ കൂടാതെ വിവിധ ക്ഷേമ സേവന പ്രവർത്തനങ്ങളും കഴിഞ്ഞ വർഷം നടപ്പിലാക്കിയിട്ടുണ്ട്. ഡിവിഷനിൽ COVID-19 ഹെൽപ്പ് ഡെസ്ക് വഴി ഡോക്ടർമാരുടെയും വളണ്ടിയർമാരുടെയും സേവനം 55 വാർഡുകളിലേക്കും മെഡിക്കൽ കിറ്റുകൾ ബ്രീത്ത് ഈസ് ചാലഞ്ച് വഴി പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾക്കും ആശാ വളണ്ടിയർമാർക്കും ഡിവിഷനിലെ എല്ലാ ഹൈസ്കൂളുകളിലും മെഡിക്കൽ സുരക്ഷാ കിറ്റുകൾ, ബാല്യം പദ്ധതി വഴി കുട്ടികൾക്ക് ആയുർവേദ പ്രതിരോധ മരുന്ന് കിറ്റുകൾ, സ്മാർട്ട് ഫോൺ ചാലഞ്ച് വഴി ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് പ്രയാസമുള്ള 60 വിദ്യാർത്ഥികൾക്ക് ഡിവൈസുകളും നൽകിയതായി VKM ഷാഫി പറഞ്ഞു. അപ്പോൾ ഓൺലൈൻ വിദ്യാഭ്യാസം വന്നപ്പോൾ നമ്മുടെ കുട്ടികൾക്ക്, പാവപ്പെട്ട പ്രത്യേകിച്ച് തീരദേശ മേഖലയിലേക്കുള്ള കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ഡിവൈസുകൾ ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് എല്ലാവരും നാട് മുഴുവൻ ഒരുമിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ പരിശ്രമിച്ചിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്ന രീതിയിൽ അന്ന് തുടക്കം കുറിച്ച സ്മാർട്ട് ഫോൺ ചലഞ്ചിലൂടെ ഈ ഡിവിഷനിലെ 60 കുട്ടികൾക്ക് സ്മാർട്ട് ഫോണുകൾ, ഡിവൈസുകൾ, ടാബോ അല്ലെങ്കിൽ ഫോണോ ലഭ്യമാക്കാൻ വേണ്ടി ഈ വർഷം കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൂടി പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ 1 വർഷം തികയുന്ന ഈ സമയത്ത് അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ജില്ലാ പഞ്ചായത്തിന്റെ പുതിയ ഭരണസമിതിയുടെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് നിറമത്തൂർ ഡിവിഷനിൽ വിവിധ ഘട്ടങ്ങളിലായി നിർമ്മാണം പൂർത്തിയാക്കിയ നിറമത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടം, ചെറിയവണ്ണം പഞ്ചായത്തിലെ നരിയറക്കുന്ന് സ്റ്റേഡിയം നവീകരണം, മൊയ്തീൻ ബസാർ അംഗനവാടി കെട്ടിടം,
താന്നോള പഞ്ചായത്തിലെ പുത്തുകുളങ്ങര അംഗനവാടി വനിതാ ശാക്തീകരണ കേന്ദ്രം, മീനടത്തൂർ ഹൈസ്കൂൾ ചുറ്റുമതിൽ കവാടവും എന്നിവ ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിക്കും. വിവിധ പദ്ധതികളുടെ ഉദ്ഘാടന കർമ്മം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ് നിർവഹിക്കും. പ്രമുഖർ ചടങ്ങിൽ സംബന്ധിക്കുമെന്നും VKM ഷാഫി അറിയിച്ചു. പിന്നെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഈ ഭരണസമിതിയുടെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് ഒട്ടേറെ നൂതനമായ പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. ജില്ലയിൽ ആകമാനം 100 കോടിയുടെ പദ്ധതികൾ ഈ 100 ദിവസം കൊണ്ട് ഉദ്ഘാടനം ചെയ്യപ്പെടുക, നാടിന് സമർപ്പിക്കുക എന്നാണ് ജില്ലാ പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി നമ്മുടെ ഡിവിഷനിൽ, ജില്ലാ പഞ്ചായത്ത് നിറമരുതൂർ ഡിവിഷനിൽ 1ാം വാർഷികത്തോടനുബന്ധിച്ച് വിവിധ ഘട്ടങ്ങളിലായി നിർമ്മാണം പൂർത്തിയാക്കിയ 66 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് മാത്രം പൂർത്തീകരിച്ച നിറമരുതൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കെട്ടിടം നാടിന് സമർപ്പിക്കും. അതോടൊപ്പം തന്നെ ചെറിയമുണ്ടം പഞ്ചായത്തിലെ നെറിയറക്കുന്ന് സ്റ്റേഡിയത്തിൻ്റെ നവീകരണം, അതിൻ്റെ പ്രവൃത്തി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കവിടെ ഗോൾ പോസ്റ്റ് ഫിറ്റ് ചെയ്യാനും കൂടിയുണ്ട്. അതും കൂടി പൂർത്തീകരിച്ചാൽ അതിൻ്റെ ഉദ്ഘാടനം നടക്കും. അതോടൊപ്പം മൊയ്തീൻ ബസാർ അംഗനവാടിയുടെ കെട്ടിടം ഉദ്ഘാടനം ചെയ്യും. താനാളൂർ പഞ്ചായത്തിലെ പുത്തുകുളങ്ങര അംഗനവാടിയുടെ മുകൾ ഭാഗത്ത് നിർമ്മിച്ച സ്ത്രീ ശാക്തീകരണ കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. മീനടത്തൂർ ഹൈസ്കൂളിന് വേണ്ടി നിർമ്മിച്ച ചുറ്റുമതിലും കവാടവും അതും ഈ ഒരു 1ാം വാർഷികത്തോടനുബന്ധിച്ച് ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനത്തിന് പ്രിയങ്കരിയായ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി MK റഫീഖ, വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായിട്ടുള്ള സെറീന ഹസീബ്, നസീബ അസീസ് മയ്യേരി, ജമീല അലിപ്പറ്റ, NA കരീം, അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K സൽമത്ത്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായിട്ടുള്ള മല്ലിക ടീച്ചർ, ഇസ്മായിൽ പുതുശ്ശേരി, ഷംസിയ സുബൈർ, ജില്ലാ പഞ്ചായത്തിൻ്റെ സെക്രട്ടറി പ്രിയങ്കരനായ നാലകത്ത് അബ്ദുൾ റഷീദ് എന്നിവർ വിവിധ ചടങ്ങുകളിൽ സംബന്ധിക്കും. അനിയന്ത്രിതമായ നിർമ്മാണ സാമഗ്രികളുടെ വില വർധനവ് നിയന്ത്രിക്കണമെന്ന് ലെൻസ്ഫെഡ് തിരൂർ വെസ്റ്റ് യൂണിറ്റ് സമ്മേളനം ആവശ്യപ്പെട്ടു. തിരൂർ തുഞ്ചൻപറമ്പിൽ നടന്ന സമ്മേളനം തിരൂർ നഗരസഭാ വൈസ് ചെയർമാൻ P രാമൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. അനിയന്ത്രിതമായ നിർമ്മാണ സാമഗ്രികളുടെ വില വർധനവ് നിയന്ത്രിക്കണമെന്നും നിർമ്മാണ മേഖലയെ സംരക്ഷിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും ലെൻസ്ഫെഡ് തിരൂർ വെസ്റ്റ് യൂണിറ്റ് വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു. നഗരസഭാ വൈസ് ചെയർമാൻ P രാമൻകുട്ടി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നിങ്ങളെ അവഗണിച്ചുകൊണ്ട് ഒരു മേഖലയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. നമ്മുടെ ലോകത്ത് ഒരുപാട് അനന്ത സാധ്യതകളുള്ള ഒരു മേഖല കൂടിയാണിത്. കുറച്ചൊക്കെ നമ്മളെ പരിചിതമായ ഒരു ചിന്താഗതിയിൽ നിന്ന് മാറി സഞ്ചരിക്കേണ്ട കാലഘട്ടം കൂടിയാണിത്. ഇന്ന് വിദേശ രാജ്യങ്ങളിൽ ഉന്നത പഠനത്തിന് വേണ്ടിയിട്ട് നമ്മൾ പോകുന്നതോടുകൂടി അവിടെ തൊഴിലും പഠനവും സാധ്യമാകുന്നു എന്നുള്ളത് വളരെ സന്തോഷത്തോടെ യുവാക്കൾക്ക് കിട്ടുന്ന വലിയൊരു അവസരമാണ്. UK-യിലൊക്കെ ധാരാളം തൊഴിലവസരങ്ങളാണ് എഞ്ചിനീയറിംഗ് മേഖലയിലൊക്കെ കിടക്കുന്നത്. ജലീൽ അധ്യക്ഷനായിരുന്നു. ഏരിയ പ്രസിഡന്റ് സിദ്ദിഖ് TP മുഖ്യപ്രഭാഷണം നടത്തി. മുഹമ്മദ് ഷമീം, നഫ്സൽ ബാബു, രവി മാമ്പറ്റയിൽ, വിജയകുമാർ, യാസർ, മുഹമ്മദ് ഷെരീഫ്, അബ്ദുൽ നാസർ, ജെസ്സി കുറുമ്പൂർ, സിദ്ദിഖ് KP വെട്ടം, മോഹനകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന സമിതി അംഗം ജമാൽ C മുഖ്യാതിഥിയായി പങ്കെടുത്തു. സഭി BP അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ചാർട്ടേഡ് എഞ്ചിനീയർ ഫൈസൽ കടയങ്ങൽ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. LIC ഏജൻസ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ CITU തിരൂർ ബ്രാഞ്ച് പരിസരത്ത് സ്ഥാപക ദിനം ആചരിച്ചു. ദേശീയ കമ്മിറ്റി അംഗം KG സൽമാബായി ഉദ്ഘാടനം ചെയ്തു. LIC ഏജൻസ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ CITU തിരൂർ ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്ഥാപക ദിനം ആചരിച്ചത്. KG സൽമാബായി പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ഏജന്റുമാർക്ക് വരുന്ന പ്രയാസങ്ങൾ അതും കൂടി ഗവൺമെന്റിനെ കണ്ണുതുറപ്പിക്കുക എന്ന ആ ഒരു മുദ്രാവാക്യം കൂടെ ഉണ്ട്. കാരണം ഇന്ന് സ്വകാര്യ കുത്തകൾക്ക് തീരെഴുതിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും സ്വകാര്യവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇന്ന് LICയുടെ സ്ഥിതിയാണെങ്കിൽ ഇപ്പൊ പറഞ്ഞതുപോലെ ഏജന്റുമാർക്ക് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുന്ന കാലമുണ്ട്. ബ്രാഞ്ച് പ്രസിഡന്റ് VV സത്യാനന്ദൻ അധ്യക്ഷനായിരുന്നു. P രവിശങ്കർ, CV മുസ്തഫ, പ്രീത, ഗംഗാധരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീജ, സെക്രട്ടറി ശ്രീനിവാസൻ, ഗോപി തുടങ്ങിയവർ സംസാരിച്ചു. ജാതിമത ചിന്തകൾക്കപ്പുറം തിരൂരങ്ങാടിയിലെ BP അമ്മച്ചിയെ 13 വർഷം പരിപാലിച്ച ദമ്പതികൾക്ക് നാടിന്റെ ആദരം. പച്ചായി ഇസ്മായിൽ, നസീറ ദമ്പതികളെയാണ് ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മ ആദരിച്ചത്. 112 വയസ്സിൽ അമ്മച്ചി മരിക്കുന്നതുവരെ സ്വന്തം അമ്മയെപ്പോലെയായിരുന്നു നസീറ പരിപാലിച്ചിരുന്നത്. വാർദ്ധക്യത്തിലെത്തുന്ന മാതാപിതാക്കളെ സ്വന്തം മക്കൾ പോലും വൃദ്ധസദനത്തിൽ തള്ളുകയോ കൊലപ്പെടുത്താൻ പോലും മടിക്കാത്ത കാലത്താണ് ആരുമല്ലാതിരുന്നിട്ട് കൂടി ചെറുമുക്കിലെ പച്ചായി ഇസ്മായിലും ഭാര്യ നസീറയും ചെറുമുക്കിലെ VP അമ്മച്ചിയെ സ്വന്തം അമ്മയെപ്പോലെ കണ്ട് മരണം വരെ പരിപാലിച്ചത്. 112 വയസ്സിൽ അമ്മച്ചി മരിക്കുന്നതുവരെ നസീറയും ഇസ്മായിലുമാണ് അവരെ പരിപാലിച്ചിരുന്നത്.
അവസാന ശ്വാസത്തിലും ഇരുവരുടെയും പേര് പറഞ്ഞാണ് അമ്മച്ചി കണ്ണടച്ചതെന്നത് ഇവർ തമ്മിലുള്ള ആത്മബന്ധം വെളിവാക്കുന്നുമുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ജാതിമത ചിന്തകൾക്കപ്പുറം അമ്മച്ചിയെ പരിപാലിച്ച ഇസ്മായിലിനെയും നസീറിയെയും ആദരിക്കാൻ ചെറുമുക്ക് നാട്ടുകാര്യം കൂട്ടായ്മ തീരുമാനിച്ചത്. ഇസ്മായിലിന്റെ ഉമ്മയുടെ അടുത്ത സുഹൃത്തായിരുന്ന അമ്മച്ചി ഇവരുടെ തൊട്ടടുത്ത വീട്ടുകാരിയുമായിരുന്നു. ഉമ്മയുടെ മരണശേഷം അമ്മച്ചിയെ മരണം വരെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കുന്നതിലടക്കം സഹായിച്ചതും ഭക്ഷണം, വസ്ത്രം എന്നിവയെല്ലാം നൽകി പരിപാലിച്ചിരുന്നതും ഇസ്മായിലും നസീറയും ചേർന്നാണ്. ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ സുനിൽ MS ദമ്പതികളെ ആദരിച്ചു. ചടങ്ങിൽ VP ഖാദർ ഹാജി അധ്യക്ഷത വഹിച്ചു. തിരൂരങ്ങാടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഒള്ളക്കൻ സുഹ്ര, പഞ്ചായത്ത് അംഗങ്ങളായ ഒള്ളക്കൻ സിദ്ദീഖ്, ചെറുമയിലകത്ത് ബാലൻ, ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസ് ക്ലർക്ക് മനോജ് കുമാർ MK, നന്നമ്പ്ര SC പ്രൊമോട്ടർ PP ബിജി, കൂട്ടായ്മ സെക്രട്ടറി മുസ്തഫ ചെറുമുക്ക്, അംഗങ്ങളായ MM സിദ്ദീഖ്, പനക്കൽ ബഷീർ, ഹനീഫ ചെറുമുക്ക് തുടങ്ങിയവർ സംസാരിച്ചു. സ്വന്തം അയൽവാസിയായ അവരുടെ ജീവിതത്തിൻ്റെ അവസാന കാലത്ത് ഏകദേശം 14 കൊല്ലം സ്വന്തം അമ്മയെ പോലെ തന്നെ കണക്കാക്കുകയും അവരുടെ എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം നിൽക്കുകയും അവർക്ക് വേണ്ട ഭക്ഷണവും അവർക്ക് വേണ്ട പരിചരണവും എല്ലാം അവരുടെ അവസാന കാലത്ത് നൽകുകയും ചെയ്ത ഒരു അയൽവാസി എന്നുള്ള നിലയിൽ മനുഷ്യസ്നേഹത്തിൻ്റെ ഒരു വലിയ മാതൃകയാണ് ശ്രീ ഇസ്മായിലും അദ്ദേഹത്തിൻ്റെ ഭാര്യ നസീറയും നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യത്തെ അതൊരു ഈ കാലത്തിന് നമ്മുടെ ഇപ്പോഴത്തെ കാലത്തിന് നമ്മൾ വളരെ കുറച്ച് മാത്രമായിട്ട് കേട്ടുവരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തെ അങ്ങനെ ഒരു ഇത് ചെയ്ത ശ്രീ ഇസ്മായിലിനെയും നസീറയെയും ആദരിക്കുക എന്നുള്ളത് നമ്മൾ വളരെ ശ്ലാഘനീയമായൊരു കാര്യമാണ്. അപ്പോൾ അത്തരം ഒരു അനുമോദന ചടങ്ങ് ഇവിടെ ഏറ്റെടുക്കുകയും അതിലേക്ക് ക്ഷണിക്കുകയും ചെയ്ത നമ്മുടെ ചെറുമുക്ക് നാട്ടുകാര്യം കൂട്ടായ്മ അത് എല്ലാ തരം ഒരു സംഘടനകൾക്കും മാതൃകയായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ചെയ്തിട്ടുള്ളതെന്ന്. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. വിദ്യാഭ്യാസത്തെ കച്ചവടച്ചരക്കാക്കി മാറ്റി പാവപ്പെട്ടവർക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുക വഴി സംഭവിക്കുകയെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അഭിപ്രായപ്പെട്ടു. CPIM ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ദേശീയ വിദ്യാഭ്യാസ നയവും കേരളവും എന്ന വിഷയത്തിൽ K. നഗറിൽ നടന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ജനാധിപത്യമോ സോഷ്യലിസമോ മതേതരത്വമോ ഉൾപ്പെടുത്താതെ കുറ്റകരമായ മൗനമാണ് പുലർത്തുന്നത്. ഭൂരിപക്ഷ വർഗീയതയുടെ നേരിൽ നിന്നാണ് വിദ്യാഭ്യാസ നയം രൂപപ്പെടുത്തുന്നതെന്നും മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. നാനാജാതി മതസ്ഥരായ ജനങ്ങൾ അധിവസിച്ചു പോരുന്ന ഇന്ത്യയിൽ ഹൈന്ദവ പുരാണങ്ങൾ മാത്രം കുട്ടികൾ പഠിച്ചാൽ മതിയെന്ന് സൂചിപ്പിക്കുമ്പോൾ ഇവിടെ ഈസോപ്പ് കഥകളുണ്ട്, അറബിക് കഥകളുണ്ട്, ജാതക കഥകളുണ്ട്. മൂല്യവിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കാവുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള കഥാസരണികൾ ഉള്ളപ്പോൾ കേവലം ഇതിൽ ഊന്നൽ നൽകുന്നു എന്ന് പറയുകയും ഇന്ത്യൻനെസ് എന്ന് ആവർത്തിച്ചുകൊണ്ട് ഇന്ത്യത്വത്തെ വളരെ പരിമിതമായിട്ടുള്ള രീതിയിൽ നിർവചിച്ചെടുക്കുകയും ചെയ്യുമ്പോൾ എങ്ങോട്ടാണ് ഈ നയരേഖയുടെ ദിശ പോകുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇപ്പോൾ രാജ്യാധികാരം കയ്യിൽ എടുത്തുകൊണ്ടിരിക്കുന്ന കേന്ദ്ര ഭരണാധികാരികൾ എപ്രകാരമാണ് ഇതിൻ്റെ ദിശ കൊണ്ടുപോകുന്നത്, അതിന് അനുസൃതമായ രീതിയിലാണ് വിദ്യാഭ്യാസ മേഖലയിലും അവരുടെ നയ സമീപനങ്ങൾ പോകുന്നത് എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയാണ് ദേശീയ വിദ്യാഭ്യാസ നയരേഖ എന്നുള്ളത്. ചടങ്ങിൽ മലയാള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ അനു വള്ളത്തോൾ അധ്യക്ഷനായിരുന്നു. വികേന്ദ്രീകൃതമായ വിദ്യാഭ്യാസ മേഖലയെ കേന്ദ്രീകൃതമാക്കുന്നതാണ് വിദ്യാഭ്യാസ നയരേഖയെന്ന് ഡോക്ടർ അനു വള്ളത്തോൾ പറഞ്ഞു. UGC അടക്കം ഒഴിവാക്കി ഗവേഷണ പരീക്ഷകൾ ദേശീയ പരീക്ഷാ ഏജൻസികൾ നടത്തുന്നത് വിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മ നഷ്ടപ്പെടുത്താനിടയാക്കുമെന്നും ഡോക്ടർ അനു വള്ളത്തോൾ പറഞ്ഞു. AIFU-CTO ദേശീയ സെക്രട്ടറി ഡോക്ടർ C. പത്മനാഭൻ, KSJ സംസ്ഥാന കമ്മിറ്റി അംഗം P. അജിത് കുമാർ എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. CPIM ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ്, ജില്ലാ സെക്രട്ടറി അംഗം E. ജയൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കൂട്ടായി ബഷീർ, A. ശിവദാസൻ, അഡ്വക്കേറ്റ് P. അംസക്കുട്ടി എന്നിവർ സംസാരിച്ചു. PP ലക്ഷ്മണൻ സ്വാഗതം പറഞ്ഞു. തുടർന്ന് നാടൻ കലാരൂപങ്ങളായ കോൽക്കളി, ചവിട്ടുകളി, ഞാറ്റുപാട്ട് എന്നിവ അരങ്ങേറി. തുടർന്ന് പ്രശസ്ത ഗസൽ ഗായകനും ചലച്ചിത്ര പിന്നണി ഗായകനുമായ ഷബീർ അലി അവതരിച്ച ഗസൽ സന്ധ്യയും അരങ്ങേറി. CPIM മലപ്പുറം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് പുസ്തകോത്സവത്തിന് തുടക്കമായി. സംസ്ഥാന കമ്മിറ്റി അംഗം P. നന്ദകുമാർ MLA ഉദ്ഘാടനം ചെയ്തു.
തിരു ടൗൺ ഹാൾ പരിസരത്തെ ദാമോദരൻ നഗറിൽ പുസ്തകോത്സവം CPIM സംസ്ഥാന കമ്മിറ്റി അംഗം P. നന്ദകുമാർ ML ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ CPIM ജില്ലാ സെക്രട്ടറി അംഗം E. ജയൻ, ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് P. ഹംസക്കുട്ടി, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കൊടക്കാട് ബഷീർ, P. ലക്ഷ്മണൻ, P. മുഹമ്മദ് അലി, P. മുനീർ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ V. ഗോവിന്ദൻകുട്ടി, റഹീം എച്ചേരി, KP ഷാജിദ്, സാജി സോമനാഥ് എന്നിവർ പങ്കെടുത്തു. ചിന്താ ബുക്സ്, ദേശാഭിമാനി പബ്ലിക്കേഷൻസ് എന്നിവയടക്കം പുസ്തകോത്സവത്തിൽ സ്റ്റാളുകളുണ്ട്. കൽപ്പകഞ്ചേരി ശ്രീ ഐവന്ദ്രൻ പരദേവതാ ക്ഷേത്രത്തിൽ നടന്നുവരുന്ന മണ്ഡല മഹോത്സവത്തിന് ഭക്തജനത്തിരക്കേറി. 25-ന് സാംസ്കാരിക സമ്മേളനം സിനിമാ സീരിയൽ കലാകാരൻ നന്ദകിഷോർ നെല്ലിക്കൽ ഉദ്ഘാടനം ചെയ്യും. കൽപ്പകഞ്ചേരി ശ്രീ ഐവന്ദ്രൻ പരദേവതാ ക്ഷേത്രത്തിൽ നടന്നുവരുന്ന മണ്ഡല മഹോത്സവത്തിന് ഭക്തജനത്തിരക്കേറി. നിത്യേന വിശേഷാൽ പൂജ, വൈകിട്ട് ചുറ്റുവിളക്ക്, ഭജന, ലഘുഭക്ഷണ വിതരണം എന്നിവയും നടന്നുവരുന്നുണ്ട്. കൂടാതെ കുട്ടികൾക്ക് ചിത്രരചനാ മത്സരം, കഥാരചനാ മത്സരം, കവിതാരചന മത്സരവും മോട്ടിവേഷൻ ക്ലാസും പ്രശ്നോത്തരിയും നടക്കുന്നുണ്ട്. 25-ന് രാവിലെ 10-ന് കുട്ടികളുടെ കലാപരിപാടികൾ, ഭക്തി പ്രഭാഷണം, ഉച്ചയ്ക്ക് 1-ന് പ്രസാദൂട്ട്, ഉച്ചയ്ക്ക് 2-ന് നൃത്തനൃത്യങ്ങൾ, വൈകുന്നേരം 4-ന് സാംസ്കാരിക സമ്മേളനം നടക്കും. സിനിമാ സീരിയൽ കലാകാരൻ നന്ദകിഷോർ നെല്ലിക്കൽ ഉദ്ഘാടനം ചെയ്യും. 6-ന് ചുറ്റുവിളക്ക് ദീപാരാധനയും രാത്രി 7-ന് ഭക്തിഗാനമേളയും നടക്കും. ഉത്സവത്തോടനുബന്ധിച്ചുള്ള കലവറ നിറക്കൽ ചടങ്ങ് നടന്നു. ഞായറാഴ്ച രാവിലെ 9-ന് മണ്ഡലപൂജ, 11 മുതൽ 1 വരെ കലാപരിപാടികൾ, ഉച്ചയ്ക്ക് 1-ന് പ്രസാദൂട്ട് നടക്കും. ജൈവ കപ്പകൃഷിയിൽ 100 മേനി കൊയ്ത് പുറത്തൂർ തെക്കേവളപ്പിൽ ഹംസ. കപ്പകൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം വാർഡ് മെമ്പർ P. സാദിഖലിയും പുറത്തൂർ പഞ്ചായത്ത് കൃഷി ഓഫീസർ ലീനയും ചേർന്ന് നിർവഹിച്ചു. പുറത്തൂർ ഗ്രാമപഞ്ചായത്തിലെ 6-ാം വാർഡിലെ അത്താണിപ്പടിയിലാണ് തെക്കേവളപ്പിൽ ഹംസ എന്ന കർഷകൻ ജൈവ കപ്പകൃഷിയിൽ 100 മേനി വിളയിച്ചത്. വർഷങ്ങളായി ജൈവവളം നൽകി കപ്പ കൃഷി ചെയ്തു വരുന്ന കർഷകനാണ് ഇദ്ദേഹം. ഇടനിലക്കാരില്ലാതെയാണ് കപ്പ വിറ്റൊഴിക്കുന്നത്. ആയതിനാൽ കപ്പ കൃഷി നല്ല ലാഭകരമെന്നാണ് ഹംസ പറയുന്നത്. പുറത്തൂർ കൃഷിഭവന്റെ പൂർണ്ണ പിന്തുണയുമുണ്ട്. കപ്പ കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് അംഗം P. സാദിഖലിയും പുറത്തൂർ പഞ്ചായത്ത് കൃഷി ഓഫീസർ P. ലീനയും ചേർന്ന് നിർവഹിച്ചു. ചടങ്ങിൽ അഗ്രികൾച്ചർ അസിസ്റ്റന്റ് സുദീപ്, നാട്ടുകാരായ ബഷീർ TP, നാണു, U. മൊയ്തു, സിദ്ദിഖ്, ജുനൈദ്, ലിജു, ബഷീർ കുളത്ത്, അയ്യൂബ്, അബ്ദു തുടങ്ങിയവർ പങ്കെടുത്തു. അഷ്റഫ് കൂട്ടായ്മ തിരങ്ങാടി മണ്ഡലം ചലന ബോർഡ് യോഗം സംഘടിപ്പിച്ചു. ചെമ്മാട് വ്യാപാര ഭവനിൽ നടന്ന യോഗം പിലാക്കൽ അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ചെമ്മാട് വ്യാപാര ഭവനിൽ നടന്ന യോഗം പിലാക്കൽ അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. MN കുഞ്ഞാവ എന്ന അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. അഷ്റഫ് കൂട്ടായ്മ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് മലലിക്കൽ അഷ്റഫ് മുഖ്യ പ്രഭാഷണം നടത്തി. തച്ചറപ്പടിക്കൽ അഷ്റഫ്, കാച്ചടി അഷ്റഫ്, ജില്ലാ ഭാരവാഹിയായ ഇന്ത്യൻ അഷ്റഫ്, മണ്ഡലം ഭാരവാഹിയായ കൊളക്കാടൻ അഷ്റഫ്, ജംഷ് അഷ്റഫ്, അഷ്റഫ് എന്ന ഭാവ, മൂച്ചിക്കൽ അഷ്റഫ്, സിറ്റി അഷ്റഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് നടന്ന ചടങ്ങിൽ കൂട്ടായ്മയുടെ ചാരിറ്റി പ്രവർത്തനത്തിന് മുൻപന്തിയിൽ നിന്ന പിലാക്കടൻ അഷ്റഫിനെ തിരുരങ്ങാടി മണ്ഡലം കമ്മിറ്റി മൊമന്റോ നൽകി ആദരിച്ചു. തിരുരങ്ങാടി മണ്ഡലം കൂട്ടായ്മയ്ക്ക് പുതിയ ഭാരവാഹികളായി ചെയർമാൻ അഷ്റഫ് എന്ന ഭാവയെയും, പ്രസിഡന്റായി MN അഷ്റഫ് എന്ന കുഞ്ഞാവയെയും, സെക്രട്ടറിയായി കാച്ചടി അഷ്റഫിനെയും, ട്രഷററായി KP അഷ്റഫിനെയും തെരഞ്ഞെടുത്തു. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. സംസ്ഥാനത്ത് ഇന്ന് 2748 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിടെ 56,808 സാമ്പിളുകളാണ് പരിശോധിച്ചത്. മലപ്പുറം ജില്ലയിൽ 97 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് നിന്ന് 2748 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. തിരുവനന്തപുരം 500, കോഴിക്കോട് 339, എറണാകുളം 333, കോട്ടയം 310, തൃശൂർ 244, കണ്ണൂർ 176, കൊല്ലം 167, പത്തനംതിട്ട 166, വയനാട് 107, ആലപ്പുഴ 106, മലപ്പുറം 97, പാലക്കാട് 86, ഇടുക്കി 61, കാസർഗോഡ് 56 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 56,808 സാമ്പിളാണ് പരിശോധിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ 33 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതുകൂടാതെ സുപ്രീം കോടതി വിധി പ്രകാരം കേന്ദ്ര സർക്കാരിന്റെ പുതിയ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പീൽ നൽകിയ 200 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതോടെ സംസ്ഥാനത്താകെ മരണം 45,155 ആയി. വെട്ടത്തുനാട് ചരിത്ര സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ വെട്ടത്തുനാട് ചരിത്ര കുടുംബ കൂട്ടായ്മ സംഘടിപ്പിച്ചു. പ്രൊഫസർ VP ബാബു പ്രഭാഷണം നടത്തി. വെട്ടത്തുനാട് ചരിത്ര സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ 21 ദേശങ്ങളുടെ ചരിത്രം തയ്യാറാക്കി വരുന്ന സന്ദർഭത്തിൽ ചരിത്രപ്രധാനമായ 54 കുടുംബങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പുരാതന ചരിത്ര കൂട്ടായ്മ സംഘടിപ്പിച്ചു. പ്രസിഡന്റ് KK അബ്ദുറസാഖ് ഹാജി അധ്യക്ഷനായിരുന്നു. ഉള്ളാട്ടിൽ രവീന്ദ്ര മുഖ്യ പ്രഭാഷണം നടത്തി. പ്രൊഫസർ VP ബാബു, ഡോക്ടർ മഞ്ജുഷ R. വർമ്മ, MN അബ്ദുറഹ്മാൻ, രാജേഷ്, ലക്ഷ്മിക്കുട്ടിയമ്മ, PP നസീം ബാനു, ഡോക്ടർ മീന മേനോൻ, CKV മുഹമ്മദ് കുട്ടി, KT മുസ്തഫ, CMS അബൂബക്കർ, സേതുമാധവൻ, മുഹമ്മദ് അലി, റബീഹ്, വിനോദ് തുടങ്ങിയവർ പങ്കെടുത്തു. താനൂർ ആയിരമംഗലം GLP സ്കൂൾ അന്താരാഷ്ട്ര അറബി ഭാഷാ ദിനത്തോടനുബന്ധിച്ച താനൂർ ക്ലസ്റ്റർ തലത്തിൽ പ്രൈമറി വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്കായി മെഗാ അറബിക് ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. താനൂർ GLP സ്കൂൾ ജേതാക്കളായി. ഭാഷകൾക്ക് അതിർവരമ്പുകൾ നിശ്ചയിക്കരുതെന്നും ആധുനിക ലോകത്ത് അറബി ഭാഷയ്ക്ക് അനന്ത സാധ്യതകളുണ്ടെന്നും അവ ഉപയോഗപ്പെടുത്താൻ വിദ്യാർത്ഥികൾ ശ്രമിക്കണമെന്നും താനൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ വിനോദ് കുറുവിലങ്ങാട് പറഞ്ഞു.
താനൂർ ആയിരമംഗലം GLP സ്കൂളിൽ മെഗാ അറബി ക്വിസ് മത്സരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അറബിയിൽ നിന്നും സംസ്കൃതത്തിൽ നിന്നും തമിഴിൽ നിന്നും വന്നാണ്. നമ്മൾ മലയാളത്തിലെ യഥാർത്ഥ വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നില്ല. മലയാള ഭാഷയിലെ യഥാർത്ഥ വാക്കുകൾ നമ്മൾ ഉപയോഗിക്കാതെ മലയാള ഭാഷ കടപ്പെട്ട വാക്കുകളാണ് നമ്മൾ നിത്യജീവിതത്തിൽ കൂടുതൽ ഉപയോഗിക്കുന്നത്. അതിൽ അറബിക്ക് വലിയൊരു പങ്കുണ്ട്. നമ്മൾ അറിയില്ല, അറിയാതെ ഞാനും അറബി പദം പറയുന്നുണ്ട്, പക്ഷെ നമ്മൾ അറിയില്ല. മലയാളം പറയുന്ന പോലെ തന്നെ പറഞ്ഞു പോവുകയാണ്. അതിന്റെ ഉച്ചാരണമൊന്നും അറബി പോലെയൊന്നുമല്ല നമ്മൾ പറയുന്നത്. അറബിക്ക് ഓരോ ഭാഷയ്ക്ക് അതിന്റെ ഉച്ചാരണങ്ങളുടെ രീതികളൊക്കെ. അപ്പോൾ ഏത് ഭാഷയെയും നമ്മൾ സ്വീകരിക്കാൻ പഠിക്കാൻ തയ്യാറാണ്. താനൂർ നഗരസഭാ കൗൺസിലർ സുബൈർ അധ്യക്ഷനായിരുന്നു. പ്രധാനാധ്യാപകൻ ബാലു മാസ്റ്റർ, പ്രൊഫസർ ബാബു, കില ട്രെയിനർ നസ്ല ബഷീർ, PTA പ്രസിഡന്റ് ബാദുഷ, MTA പ്രസിഡന്റ് മുബീന, സ്റ്റാഫ് സെക്രട്ടറി ഷീബ തുടങ്ങിയവർ സംസാരിച്ചു. പ്രമുഖ അറബി ഭാഷാ പണ്ഡിതനും അധ്യാപകനുമായ ഫൈസൽ മാസ്റ്റർ നെന്മണ്ട ക്വിസ് മത്സരം നിയന്ത്രിച്ചു. താനൂർ ക്ലസ്റ്റർ തല വിദ്യാലയങ്ങളിലെ തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു. മെഗാ ക്വിസ് മത്സരത്തിൽ താനൂർ GLP സ്കൂൾ ആൽപികെ മെമ്മോറിയൽ റോളിംഗ് ട്രോഫിക്ക് അർഹരായി. ചീരാങ്കടപ്പുറം ALP സ്കൂൾ, പുതിയകടപ്പുറം GMLP സ്കൂൾ എന്നീ വിദ്യാലയങ്ങൾ യഥാക്രമം 2, 3 സ്ഥാനങ്ങൾ നേടി. താനൂർ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയപ്രകാശ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും പ്രോത്സാഹന സമ്മാനം നൽകി. അറബി അധ്യാപകരായ ഷറഫുദ്ദീൻ, യാസിർ, ജലാലുദ്ദീൻ, സുഹൈബ്, സൗദ, ഗഫൂർ മോര്യ തുടങ്ങിയവർ സംബന്ധിച്ചു. ബാർബർ ബ്യൂട്ടീഷ്യൻസ് അസോസിയേഷൻ തിരു ബ്ലോക്ക് സമ്മേളനവും മാലിന്യ നിർമ്മാർജ്ജന പദ്ധതി ഉദ്ഘാടനവും തിരു ചേംബർ ഓഡിറ്റോറിയത്തിൽ നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് ബാർബർ ബ്യൂട്ടീഷ്യൻ അസോസിയേഷൻ തിരു ബ്ലോക്ക് സമ്മേളനവും മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനവുമാണ് ചേംബർ ഓഡിറ്റോറിയത്തിൽ നടന്നത്. തിരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു. കോവിഡ് കാലത്ത് ആരും പുറത്തിറങ്ങാൻ കഴിയാത്ത സമയത്ത്, നല്ല ആരോഗ്യവാന്മാരായ ആളുകളുടെ മുന്നിലൊന്നും പെട്ടങ്ങൾ തയ്യാറാവാത്ത സമയത്തും, രോഗികളും വൃദ്ധന്മാരുമായിട്ടുള്ള ആളുകളുടെ മുടിവെട്ടാനൊക്കെ വളരെ റിസ്ക് എടുത്ത് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ പോകുന്നത് തീർച്ചയായും നിങ്ങൾ അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. എൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് ഞാനിത് സംസാരിക്കുന്നത്. നമുക്കറിയാം, ഏത് തൊഴിലിനും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുള്ള ഒരു കാലമാണ്. പഴയ കാലത്ത് നിന്ന് വ്യത്യസ്തമായി പല ആളുകളും, പല രക്ഷിതാക്കളും അവർ ചെയ്യുന്ന തൊഴിലിലേക്ക് അവരുടെ മക്കളെ പറഞ്ഞേക്കാൻ ഒരു മടി കാണിക്കുന്ന കാലം. അത് നിങ്ങളുടെ കാര്യം മാത്രമല്ല, ചെത്തുതൊഴിലാളികൾ അവരുടെ മക്കളെ പറഞ്ഞേക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതേപോലെ തന്നെ തെങ്ങുകയറ്റ തൊഴിലാളികൾ അവരുടെ മക്കളെ തെങ്ങുകയറ്റം കാണുന്ന ആളുകൾ പറയും എന്താ സുഖാണ്, രാവിലെ ഒരു 7:30 മണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ 10 മണിയാകുമ്പോഴേക്കും തേങ്ങടലൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം വരുമാനവും കിട്ടും അല്ലേ ഇപ്പോഴത്തെ കാലത്ത്. എന്നിട്ടും സ്വന്തം മക്കളെ അവരാ പണിക്കൂടാത്ത എന്തുകൊണ്ടെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം. അത് ചെത്തുതൊഴിലിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഇപ്പൊ മത്സ്യത്തൊഴിലാളികൾ, ഞാൻ ആ വിഭാഗത്തിൽ പെട്ട ഒരാളാണ്. അവിടുത്തെ നമ്മുടെ ആളുകൾ ഒരിക്കലും അവരുടെ മക്കൾ മത്സ്യത്തൊഴിലാളി ആകാൻ ആഗ്രഹിക്കുന്നില്ല, വരുമാനത്തിന് മാത്രമല്ല. അതുപോലെ തന്നെയാണ് ഈ മേഖലയിലുള്ള ആളുകളും സ്വന്തം മക്കൾ ഈ മേഖലയിലേക്ക് വരണമെന്ന് പൊതുവെ ആഗ്രഹിക്കാറുണ്ട്. കാരണം അവര് കുറച്ചും കൂടി മെച്ചപ്പെട്ട പണിയിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്നു. ജില്ലാ പ്രസിഡന്റ് PK മധു മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി M ഉമർ, അക്ബർ M, റസാഖ്, അബ്ദുൽ സമദ, അജിത് തുടങ്ങിയവർ സംസാരിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് അബ്ദുല്ലക്കുട്ടി അധ്യക്ഷനായിരുന്നു. SSLC+2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് സ്റ്റേറ്റ് കമ്മിറ്റി അംഗം KP ബാവ ഉപഹാരം നൽകി. O ഷാഫി റിപ്പോർട്ട് അവതരിപ്പിച്ചു. തുടർന്ന് പുതിയ ഭാരവാഹികളായി അബ്ദുല്ലക്കുട്ടിയെ പ്രസിഡന്റായും സെക്രട്ടറി O ഷാഫിയെയും തെരഞ്ഞെടുത്തു. കൈനിക്കര ALP സ്കൂളിലെ റിട്ടയർഡ് പ്രധാനാധ്യാപിക പരപ്പേരി തൊട്ടിവളപ്പിൽ സെലീന ജോർജ് നിര്യാതയായി. 89 വയസ്സായിരുന്നു. പരേതനായ ജോർജാണ് ഭർത്താവ്. ജോൺ സദാനന്ദൻ, പരേതനായ ഫാദർ ജോസഫ് സദാനന്ദൻ, ക്ലമന്റ് സദാനന്ദൻ, ബിയാട്രീസ കമലാഭായ് എന്നിവർ സഹോദരങ്ങളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പിഞ്ചു കൈകളിൽ പച്ചക്കറി അങ്കണവാടി പോഷകത്തോട്ടം പദ്ധതിക്ക് തിരൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ തുടക്കം. ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു പദ്ധതി ഉദ്ഘാടനം നിർവഹിച്ചു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ സമ്മേളനം ജനുവരി 8 ചേളാരി പടിക്കലിൽ നടക്കും. വിപുലമായ സംഘാടക സമിതിക്ക് രൂപം നൽകി. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് നെടുമങ്ങാട് ഡിവിഷനിൽ ആദ്യത്തെ ഒരു വർഷം പിന്നിടുമ്പോൾ 5,11 ലക്ഷം രൂപയുടെ വികസന പദ്ധതികൾ നടപ്പിലാക്കുകയാണെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം VKM ഷാഫി. വിദ്യാഭ്യാസത്തെ കച്ചവടച്ചരക്കാക്കി മാറ്റി പാവപ്പെട്ടവർക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുക വഴി സംഭവിക്കുന്നതെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു. ഇതോടുകൂടി വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.